ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇന്ന് ഞാൻ നല്ലൊരു ചേമ്പൻ തണ്ടിൻ്റെ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, എൻ്റെ വീട്ടിൽ ഞാൻ കുഴിച്ചിട്ട ചേമ്പാണിത്. അതിൻ്റെ തണ്ടിൻ്റെ ഒരു കറിയാണ്. തണ്ട് മാത്രമല്ല, പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ളൊരു കറിയാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത്രയ്ക്കും പരിപ്പാണ് ഞാൻ അതിനുവേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തത്. ഒരുപാട് തണ്ടൊന്നും നമുക്കിതിന് വേണ്ടി ആവശ്യമില്ല. പരിപ്പ് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ തണ്ട് കണ്ടോ, ഇത്രയും വലിപ്പത്തിലുള്ളത് 2ആയി മുറിച്ചിട്ടുണ്ട്. നമുക്ക് തണ്ടിൻ്റെ മുകളിലുള്ളൊരു തോല് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് കറി വയ്ക്കാൻ നമ്മളത് മാറ്റണം. കണ്ടോ, കട്ടിയുള്ളൊരു തോലുണ്ട്. അതിങ്ങനെ താഴോട്ട് വലിച്ചു കൊടുത്താൽ അത് മാറിക്കിട്ടും. നമുക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, പരിപ്പ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ തോലൊക്കെ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നീളത്തിൽ നമുക്ക് വലിച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കിട്ടും. തണ്ട് ഞാൻ 4 കഷ്ണമായി മുറിച്ച് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് ജലാംശമുള്ളൊരു സാധനമാണ് ചേമ്പിൻ്റെ തണ്ട് എന്നൊക്കെ പറഞ്ഞാൽ. നല്ല വെയിറ്റില്ല, പൊങ്ങായി നിൽക്കുന്ന, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അറകളൊക്കെ ഉള്ളൊരു സാധനമാണ് ചേമ്പിൻ തണ്ട് എന്ന് പറഞ്ഞാൽ. നല്ല മഴ ഉണ്ട് കേട്ടോ, കർക്കിടകമായതുകൊണ്ടാണ്. ഒരുപാട് നന്നായി നല്ല മഴയാണ് പുറത്ത്. കണ്ടോ, പരിപ്പ് ഇനി കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തുള്ളി മഞ്ഞൾ ചേർക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വിസിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ പൊതിർത്തി വന്നതുകൊണ്ട് നമുക്കൊരു 2 വിസിൽ മതിയാവും. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ചേമ്പിൻ്റെ തണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇത് വെന്തതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത്. കണ്ടോ, ഇപ്പോൾ 4 കഷ്ണം ചേമ്പൻ തണ്ട് ഇത്രയും കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് ചേമ്പൻ തണ്ട് നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമില്ല. കുഞ്ഞതാക്കി അരിയരുത്, കാരണം ഒരുപാട് വേവൊന്നുമില്ലാത്തൊരു സാധനമാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ കറി. കണ്ടോ, ഇപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. പരിപ്പ് 2 വിസിലിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ചിരവിയെടുക്കാം. കണ്ടോ, തേങ്ങ ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് തേങ്ങ ഒന്നും നമുക്ക് ആവശ്യമില്ല. തക്കാളി, ഉള്ളി ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. തേങ്ങ ഒരു നുള്ള് ജീരകവും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് പച്ചമുളക്, 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചുവന്ന മുളകൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം ചേമ്പൻ തണ്ട് ഒക്കെ നല്ല ഔഷധമുള്ള ഒരു സാധനമാണ്. ഒരുപാട് മുളക് ചേർത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് എന്തായി നോക്കാം. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും പിന്നെ നമ്മൾ ചേർക്കുന്നില്ല. ഇതൊന്ന് അടുപ്പിൽ വെച്ച് നമ്മൾ ഇത് വെന്തതിന് ശേഷമാണ് ചേമ്പൻ തണ്ട് ചേർക്കുന്നത്. ഇനി ചേമ്പൻ തണ്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ പരിപ്പിൻ്റെ കൂടെ തണ്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പരിപ്പിന് അത്രയും വേവ് ഇതിന് ഇല്ല, അതുകൊണ്ടാണ്. അതൊരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, ഒക്കെ നന്നായി വെന്ത്, നന്നായി ഒരുപാടൊന്നും വെന്തിട്ടില്ല, പക്ഷെ ഇനിയും വേവേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇനി ഒന്നുകൂടി കുറച്ചുകൂടി വേവാനുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോഴേക്കും ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒരുപാട് വെള്ളം ചേർത്തത് ലൂസാക്കി എടുക്കരുത്.
നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, പാക വെള്ളത്തിലായി വന്നിട്ടുണ്ട്. ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെ ചേമ്പിൻ്റെ ഒക്കെ മണങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റോളം, തേങ്ങ ഇട്ടാൽ ഒരുപാട് വേവ് ആവശ്യമില്ല, നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടോ, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, പാക വെള്ളമൊക്കെ തിക്കിലാണ്, ഒരുപാട് ലൂസായിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ഇതിലേക്ക് വറവ് ചെയ്യാം. കണ്ടോ, വറവിനായി ഞാൻ എടുത്തിട്ടുള്ളത് 2 വറ്റൽമുളകും കുറച്ച് കടുകും മാത്രമാണ്. കണ്ടോ, നന്നായി വറവ് ചെയ്ത് നല്ല രുചിയാണ്. ഇപ്പോൾ നല്ല കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, പരിപ്പും ആ ചേമ്പിൻ്റെ തണ്ടൊക്കെ അതിലേക്ക് പാകമായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കതൊരു ഒരുപാട് ലൂസാക്കിയത്, ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്ത് പാക വെള്ളത്തിൽ ഇങ്ങനെ വേണം വയ്ക്കാൻ. കണ്ടോ, നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ ഈ കർക്കിടക ആയതുകൊണ്ട് നമ്മൾ ചേമ്പും ചേന ഇതൊക്കെയാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ കറി എല്ലാവരും ഒന്ന്, ചേമ്പ് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ധ്യാൻദേവ് എന്നുള്ള ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒക്കെ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ ഇത് ഉണ്ടാക്കിയതിന് ശേഷമുള്ളത് അറിയിക്കണം. ഇനി എൻ്റെ കൊച്ചു വീഡിയോസാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കുഞ്ഞ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറാണെന്ന് കണ്ടപ്പോൾ, ഉണ്ടാക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഇനിയും നല്ല പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. സാധാ വീട്ടിലുണ്ടാക്കുന്ന കറികളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ നല്ലൊരു വീഡിയോസായി വരുന്നത് വരെ ഓക്കെ, ബായ്.